الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير സത്യ വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും ഈമാനോടെ മരിക്കുവാനും സ്വർഗത്തിൽ ഒരിടം ലഭിക്കുവാനുമുള്ള തൗഫീഖ് നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. പവിത്രമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. 12 മാസങ്ങളിൽ 4 പവിത്രമാണ്. യുദ്ധങ്ങളും ക്രമങ്ങളുമെല്ലാം ഹറാമായ മാസമാണ് എന്ന് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 4 മാസങ്ങളിൽ ഒന്നാണ് റജബ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമുമാണ് മറ്റുള്ള 3 മാസങ്ങൾ. ഈ 4 മാസങ്ങളിൽ അക്രമങ്ങൾ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാം നിശ്ചയിച്ചു. അത് പഴയ കാലത്ത് പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള കാലത്ത് പോലും മക്കയിലെ അറബികളായ മുസ്ലിങ്ങളായ ആളുകൾ പോലും പാലിച്ചു പോകുന്ന നിയമമാണ് ഈ 4 മാസങ്ങൾ പവിത്രമാണ് എന്നത്. പക്ഷെ അവർ ചില നീക്കുപോക്കുകൾ നടത്താറുണ്ടായിരുന്നു എന്ന് മാത്രം.
റജബ് മാസത്തിൽ യുദ്ധം ചെയ്യേണ്ട അനിവാര്യമായ സാഹചര്യം അന്നവർക്ക് വന്നാൽ തൽക്കാലം അവർ ഈ മാസത്തിന്റെ പേരങ്ങ് മാറ്റും. റജബ് എന്ന് മാറ്റി തൽക്കാലം ഷഅബാൻ എന്ന് പേരിടും. എന്ന് ഈ മാസം യുദ്ധം ചെയ്യും. പകരം അടുത്ത മാസം റജബ് എന്ന് പേരിടും. അന്ന് യുദ്ധം ചെയ്യാതിരിക്കും. ആ എണ്ണം അവർ തികക്കാറുണ്ട്. എന്നാൽ മാസങ്ങളിൽ തിരിമറികൾ അവർ നടത്താറുണ്ട്. വിശുദ്ധ ഖുർആൻ അക്കാര്യം എടുത്തു പറഞ്ഞു, ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ. മാസങ്ങളിൽ കാണിക്കുന്ന കൃത്രിമത്വങ്ങൾ അത് കുഫറിന്റെ ഭാഗമാണ്, അവിശ്വാസത്തിന്റെ വർധനവാണ് എന്നാണ് ആ ആയത്തിൽ അല്ലാഹു തആല നമ്മെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ നാട്ടിൽ ഇന്ന് റജബ് എന്ന് കേൾക്കുമ്പോൾ ഒരു പവിത്രമായ മാസം എന്ന ആശയത്തെക്കാൾ ഏറെ മിഅ്റാജ് നടന്ന മാസം എന്ന അർത്ഥത്തിലാണ് ആളുകൾ പലപ്പോഴും അതിനെ സ്വീകരിക്കാറുള്ളത്. മിഅ്റാജ് പ്രഭാഷണങ്ങളും മിഅ്റാജ് നോമ്പും മിഅ്റാജിന്റെ പേരിൽ ദുആ സമ്മേളനങ്ങളും അടക്കം ഈ മാസം നാട്ടിൽ വ്യാപകമാണ്. യഥാർത്ഥത്തിൽ മിഅ്റാജ് സത്യമാണ്, ഇസ്രാ സത്യമാണ്. രണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ അത് റജബിലാണോ എന്നതിന് യാതൊരു രേഖയും വിശുദ്ധ ഖുർആനിലോ പ്രവാചക വചനങ്ങളിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അല്ലാഹു റസൂലിന്റെ വാനാരോഹണമാണ് മിഅ്റാജ്, നിശാപ്രയാണമാണ് ഇസ്രാ അഥവാ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുക. ഓതി വെച്ച ആയത്തിലാണ് സുബ്ഹാനല്ലദി അസ്വാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒരു രാത്രി തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിപ്പിച്ച അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ് എന്നാണ് ഈ ആയത്ത് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ആ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയാണ് മിഅ്റാജ് എന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ബുറാഖ് എന്ന പ്രത്യേകമായ വാഹനത്തിലാണ് നബി തങ്ങൾ ആ യാത്ര ചെയ്തത്. 7 ആകാശങ്ങളിൽ സഞ്ചരിച്ചു, സ്വർഗം കണ്ടു, നരകം കണ്ടു, ധാരാളമായ കാഴ്ചകൾ പ്രവാചകർ കണ്ടു, വ്യത്യസ്തമായ അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. അതിനായിരുന്നു ഈ 2 യാത്രകൾ. സൂറത്തുൻ നജ്മിൽ മിഅ്റാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. വഖദ് റആഹു നസ്ലതൻ ഉഖറാ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ ഇദ യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസ്റു മാ റആ എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു തആല കാര്യം പരിചയപ്പെടുത്തി. ഈ 2 യാത്രകൾ സത്യമാണ്. ധാരാളം അത്ഭുതങ്ങൾ ആ യാത്രയിലുണ്ട്. ഒരുപാട് പാഠങ്ങൾ നമുക്കതിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. 5 നേരത്തെ നമസ്കാരം പോലും ഫർളായത് ആ മിഅ്റാജ് യാത്രയിലാണല്ലോ. അതേസമയം അത് എന്നാണ്, റജബിലാണോ അല്ലാത്ത മറ്റു മാസങ്ങളിലാണോ, ഇനി റജബിലാണെങ്കിൽ ഏത് ദിവസമാണ്, ഏത് ഡേറ്റ് ആണ് എന്നൊന്നും അല്ലാഹു റസൂൽ നമ്മെ അറിയിച്ചിട്ടില്ല. കാരണം ആ ഡേറ്റ് അറിയുക എന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അന്ന് പ്രത്യേകമായ അമലുകൾ, പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ നമുക്കത് പ്രത്യേകം രേഖ വേണമല്ലോ. അതില്ലാത്ത പശ്ചാത്തലത്തിൽ പിന്നെ എന്താണ് മിഅ്റാജ് എന്ന് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്താണ് മിഅ്റാജ് എന്നറിയേണ്ടത്, എന്തിനാണ് മിഅ്റാജ് എന്നറിയേണ്ടത്, ആ മിഅ്റാജിന്റെ പാഠങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ എന്താണ് ആ ഡേറ്റ് കിട്ടി, ആ ഡേറ്റ് പ്രത്യേകമായി ആണ്ടറിയാക്കി അന്ന് പ്രത്യേകമായ ആഘോഷങ്ങളും പ്രത്യേകമായ ഭക്ഷണങ്ങളും പ്രത്യേകമായ പലഹാരങ്ങളും ഉണ്ടാക്കി അങ്ങനെ ഒരു ആഘോഷിക്കാനുള്ള രീതിയായിട്ടല്ല ഈ ഇത്തരം ഡേറ്റുകളെ ഇസ്ലാം കണക്കാക്കുന്നത്. നബി തങ്ങളെ മിഅ്റാജ് എന്നാണെന്ന കാര്യത്തിൽ പണ്ട് ലോകത്ത് 10-ലേറെ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ഏതു മാസമാണ് എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ മാസത്തിൽ തന്നെ ഏത് ഡേറ്റ് ആണ് എന്ന്
അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഏത് ദിവസമാണ്, തിങ്കളാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ മറ്റു ദിവസങ്ങളാണോ, അത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വഹീഹ് ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ ബാബുൽ മിഅ്റാജ് എന്ന അധ്യായം വിശദീകരിക്കുമ്പോൾ ഇമാം അസ്ഖലാനി പറഞ്ഞു, എന്നാണ് മിഅ്റാജ് എന്ന കാര്യത്തിൽ 10 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്? അത് ഇന്ന ദിവസമാണ് നബി തങ്ങളെ പഠിപ്പിച്ചാൽ പിന്നെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. പെരുന്നാൾ എന്നാണ് അഭിപ്രായ വ്യത്യാസമില്ല. ചെറിയ പെരുന്നാൾ ശവ്വാൽ 1, വലിയ പെരുന്നാൾ ദുൽഹിജ്ജ 10, അഭിപ്രായ വ്യത്യാസമില്ല. അറഫാ നോമ്പ് എന്ന അഭിപ്രായ വ്യത്യാസമില്ല, ദുൽഹിജ്ജ 9 ആണ്. മുഹറം 9, 10 ആശൂറയും താസുആയും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല? അത് വ്യക്തമായി നബി തങ്ങൾ പഠിപ്പിച്ചു, ഹദീസിൽ സ്ഥിരപ്പെട്ടു. എന്നാൽ മിഅ്റാജ് എന്താണ് എന്ന് ധാരാളം അഭിപ്രായങ്ങൾ. കാരണം അത് കണിശമായി കൃത്യമായി പഠിപ്പിക്കപ്പെട്ടില്ല. ഇന്ന മാസമാണെന്നോ ഇന്ന ഡേറ്റ് ആണെന്നോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം 10 കൊല്ലം പ്രവാചകൻ ജീവിച്ചിട്ട് ആ 10 വർഷങ്ങളിൽ എന്തെങ്കിലും ഒരു റജബ് മാസം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു മാസം വരുമ്പോൾ ഞാൻ മിഅ്റാജ് പോയ മാസമാണ്, മിഅ്റാജ് പോയ ദിവസമാണ്, അതുകൊണ്ട് വരൂ നമുക്ക് ആഘോഷിക്കാം, സംഘടിക്കാം എന്ന് പറഞ്ഞ് അത് പ്രത്യേകമായി എന്തെങ്കിലും ഒരു ഇബാദത്തോ പ്രത്യേകമായ ആഘോഷങ്ങളോ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അനുസ്മരണമോ നബി തങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അതേസമയം ആ മിഅ്റാജ് നൽകുന്ന പാഠങ്ങൾ ധാരാളമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയം പറയുമ്പോൾ ആരംഭിച്ചു തന്നെ സുബ്ഹാനല്ലദീ അസ്റാ എന്ന പ്രയോഗം. സുബ്ഹാന, അല്ലാഹു തആല പരിശുദ്ധനാണ് എന്നാണ്. റബ്ബെത്ര പരിശുദ്ധനാണ്, അവന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പടച്ച റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനൊരിയാത്ത നടപ്പാക്കാൻ പ്രയാസമുള്ള ഒന്നും തന്നെ ഇല്ല. ഫഅാലുൻ ലിമാ യുരീദ്, എന്തുദ്ദേശിച്ചുവോ അത് പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു തആല. എന്തൊരു കാര്യം ഉണ്ടാകണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചാൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അത് ഉണ്ടായിത്തീരുമെന്നാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. എങ്കിൽ തന്റെ അടിമയായ പ്രവാചകരെ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാ അമ്പിയാക്കളെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുന്നു. അവർക്ക് ഇമാമായി നബി തങ്ങൾ നിസ്കരിക്കുന്നു. ശേഷം അവിടുന്ന് ആകാശത്തിലേക്ക് യാത്ര പോകുന്നു. ഓരോ ആകാശത്തിലും ഓരോ പ്രവാചകന്മാരെ കാണുന്നു. മലക്കുകൾ സലാം പറയുന്നു, പ്രവാചകന്മാർ സലാം പറയുന്നു, സ്വാഗതം ഓതുന്നു. വ്യത്യസ്തമായ കാഴ്ചകൾ നബി തങ്ങൾ ആ യാത്രയിൽ കാണുന്നു. നരകം കാണുന്നു, സ്വർഗം കാണുന്നു. പ്രത്യേകമായ ശിക്ഷകൾ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന വിവിധ അനുഭവങ്ങൾ കാണുന്നു. കഴിഞ്ഞ ഉമ്മത്തുകളെ മുഴുവൻ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ കണ്ടു. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു, ലിനുരിയഹു മിൻ ആയാതിന. എന്തിനാ കൊണ്ടുപോയത്? ലിനുരിയഹു മിൻ ആയാതിന, നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാണ് ആ പ്രവാചകരെ നാം കൊണ്ടുപോയത് എന്നാണ് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. കൊണ്ടുപോയത് തന്നെ ദൃഷ്ടാന്തമാണ്. പക്ഷെ ആ കൊണ്ടുപോയതോ അതിലും വലിയ ദൃഷ്ടാന്തങ്ങളെ കാണിക്കുവാനാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞ ശേഷം അല്ലാഹു സമീആണ്, അല്ലാഹു ബസീറാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന പ്രവാചകരെ അല്ലാഹു തആല കൊണ്ടുപോയി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഒന്നാമതായി പ്രവാചകർക്ക് തന്നെയും മനസ്സിലൊരു സമാധാനം, മനസ്സിലൊരു സമാധാനം. അതാണ് മിഅ്റാജിന്റെ ഒന്നാമത്തെ ആശയം തന്നെ. മുസ്ലിങ്ങൾ കളവാക്കുകയും നബിയല്ല എന്ന് വാദിക്കുകയും ശക്തമായി പീഡിപ്പിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ഹിജ്റ പോകേണ്ടി വരികയും എല്ലാം ചെയ്യുന്ന ഘട്ടത്തിൽ നബിക്ക് സമാധാനം, പ്രവാചകൻ ഇല്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ആര് നിങ്ങൾ കൈയൊഴിഞ്ഞാലും അല്ലാഹു തആല കൂടെയുണ്ട്, നിങ്ങൾ പ്രവാചകൻ തന്നെയാണ് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ നബിയുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടാനാണ് അല്ലാഹു തആല നബിയെ കൊണ്ടുപോയത് എന്നാണ്. ആ യാത്രയിലാണ് ഈ ആയത്തുകൾ മുഴുവനും മിൻ ആയാതിന, നമ്മുടെ ആയത്തുകളെ കാണിച്ചു കൊടുക്കുവാനാണ് നാം കൊണ്ടുപോയത് എന്ന് അല്ലാഹു തആല എടുത്തു പറയുന്നത്. അന്ന് ജിബ്രീലിനെ കണ്ടു ശരിയായ രൂപത്തിൽ. അതുവരെ കണ്ടത് പലപ്പോഴും മനുഷ്യ രൂപത്തിലായിരുന്നു. അതല്ലെങ്കിൽ രൂപം കാണാതെ ശബ്ദം മാത്രം കേൾക്കുകയായിരുന്നു. നബി തങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ,
എങ്ങനെയാണ് ഇവർക്ക് വഹി ലഭിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞ 2-3 രൂപമാണ്. ഒന്ന്, മനുഷ്യ രൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെടും. മലക്ക് എന്റെ മുമ്പിൽ രൂപം പ്രാപിച്ചുകൊണ്ട് വരും, അങ്ങനെ സംസാരിക്കും, ഞാനത് കേൾക്കും. അതാ മലക്ക് എന്താണോ പറഞ്ഞു തരുന്നത് ഞാനത് കാണാതെ പഠിക്കും. അതാ വഹയിന്റെ ഒരു രീതി. മറ്റൊന്ന്, ആളെ കാണില്ല, അശരീരിയായി ശരീരമില്ലാതെ ശബ്ദം മാത്രം കേൾക്കുന്ന രൂപത്തിലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു മണിനാദം കേൾക്കുന്ന പോലെ ഒരു ശബ്ദങ്ങളെ കേൾക്കുന്നു, ഒന്നും കാണുന്നില്ല. അത്തരം വഹയികൾ പ്രവാചകർക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ രൂപത്തിൽ അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ട അതേ രീതിയിൽ ജിബ്രീൽ നബി തങ്ങൾ കണ്ടത് 2 തവണയാണ്. അതിൽ ഒന്ന് മിഅ്റാജ് യാത്രയിലാണ്. അതാണ് മറ്റൊരിക്കൽ കൂടെ പ്രവാചകർ ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ച്. ജന്നത്തുൽ മഅ്വ, അതിന് സമീപമാണ് മഅ്വയായ അഭയസ്ഥാനമായ സ്വർഗ്ഗലോകം, അതിന് സമീപത്താണ്. സ്വർഗ്ഗത്തിന്റെ അടുത്ത് സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥാനത്ത് വെച്ച്, 7 ആകാശങ്ങളുടെ ഭാഗത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ രൂപത്തിൽ കണ്ടുവെന്ന് വിശുദ്ധ ഖുർആനാണ് എടുത്തു പറയുന്നത്. ഏറ്റവും വലിയ പാഠം റഹ്മാനായ റബ്ബിന്റെ കഴിവ്, അവന്റെ ഖുദ്റത്ത്, അവൻ നൽകുന്ന കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ് മിഅ്റാജിന്റെ ഒന്നാമത്തെ പാഠം. അതോടൊപ്പം അല്ലാഹുവും റസൂലും പറഞ്ഞാൽ പിന്നെ സംശയമില്ലാതെ ചോദ്യമില്ലാതെ അംഗീകരിക്കുക എന്ന വിശ്വാസികൾ തയ്യാറാകണമെന്ന പാഠമാണ് മിഅ്റാജ് നൽകുന്ന മറ്റൊരു പാഠം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി രാവിലെ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഒരു യാത്ര ചെയ്തു, ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ വെച്ച് നിസ്കരിച്ചു, പിന്നീട് ആകാശത്തേക്ക് പോയി, ഈ കണ്ട കാഴ്ചകളൊക്കെ നബി തങ്ങൾ വിശദീകരിച്ചു, സ്വഹാബിമാർ അംഗീകരിച്ചു. ഈ വീരം പുറത്ത് പ്രചരിച്ചപ്പോൾ അബൂജഹലും കൂട്ടരും അടക്കം പറഞ്ഞു, എന്താണ് ഈ മുഹമ്മദിന്റെ കഥ? പറഞ്ഞു അവസാനം ഇപ്പോ എന്തും പറയാമെന്നായിരിക്കുന്നു. എന്താണ് ഇപ്പൊ പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ പോയത്രേ, ഫലസ്തീനിൽ എത്തിയത്രേ, ആകാശത്തിൽ പോയത്രേ, എന്താണ് ഇയാൾക്ക് എന്തും പറയാമെന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെയുള്ള ആളുകളെ പിന്തിരിപ്പിക്കാൻ ഇത് പറ്റിയ അവസരമാണ്. കാരണം ഇത് വിശ്വസിക്കാൻ ഒരാളെയും കിട്ടൂല, ഇത് അംഗീകരിക്കാൻ ബുദ്ധിയുള്ള ഒരാളും തയ്യാറാവുകയില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ കൂടെ കൂടിയ ആളുകളെ ഇപ്പൊ പോയി നമുക്ക് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന ആ ധാരണയിൽ അബൂജഹലും സംഘവും അബൂബക്കർ സിദ്ദീഖിനെ വന്നു കാണുന്ന രംഗം ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവർ വന്നുകൊണ്ട് സിദ്ദീഖിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സുഹൃത്തിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും നിനക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ എന്നാണ്. നിന്റെ കൂട്ടുകാരന്റെ വിഷയത്തിൽ നിനക്ക് ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിച്ചുകൂടെ എന്ന് സിദ്ദീഖ് ചോദിച്ചു. എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം? അവർ പറഞ്ഞു, അറിഞ്ഞില്ലേ മുഹമ്മദ് ഇപ്പൊ എന്തെല്ലാം പറഞ്ഞു? ഇന്നിപ്പോ അവസാനം പറഞ്ഞു, നീ കേട്ടോ, ഇന്ന് രാത്രി ആകാശത്ത് പോയി എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ചോദ്യം, എന്റെ പ്രവാചകർ അങ്ങനെ പറഞ്ഞുവോ എന്നാണ്. അതേ, പ്രവാചകൻ പറഞ്ഞു എന്ന് പ്രതീക്ഷയോടെ അവർ പ്രതികരിക്കുമ്പോൾ സിദ്ദീഖ് മറുപടി, എന്റെ നബി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സത്യമാണ് എന്നാണ്. എന്റെ നബി പറഞ്ഞെങ്കിൽ സത്യമാണ്. അവർ ചോദിച്ചു, ഇതും നീ അംഗീകരിക്കുന്നുണ്ടോ? എന്റെ നബി ഇത് പറഞ്ഞപ്പോൾ അതും നീ സ്വീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി, അതെ, അതിനേക്കാളും വലിയ കാര്യം അംഗീകരിച്ച ആളാണ് ഞാൻ. അതെന്താ അദ്ദേഹം എന്നോട് പറയുന്നത്? അദ്ദേഹത്തിന് ആകാശ ലോകത്തിൽ നിന്ന് മലക്കിറങ്ങി വന്ന് വിവരം കൊടുക്കുന്നുണ്ട്, ഓതിക്കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാതത്തിനോട് പറയും, ഇന്ന് മലക്ക് വന്നു, ഇങ്ങനെ ആശയം കിട്ടി. വൈകുന്നേരം പറയും, ഒരു മലക്ക് ജിബ്രീൽ വന്നു, ഇതാ ഇങ്ങനെ വഹയി കിട്ടി. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒക്കെ മലക്ക് വന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചിട്ട് സഹായത്ത് ചൊല്ലി കൂടെ കൂടിയവനാണ് ഞാൻ. എനിക്ക് പിന്നെന്താണ്? പ്രവാചകൻ ആകാശത്ത് പോയി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രയാസമുള്ളത്. അതുകൊണ്ട് എന്റെ നബി അത് പറഞ്ഞെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നുവെന്ന് സുദീഖ് പ്രഖ്യാപിച്ചുവെന്ന് ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം.
സുമ്മിയ അബൂബക്കർ അസ്-സിദ്ദീഖ്, അദ്ദേഹത്തെ അബൂബക്കർ എന്ന അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് വരാൻ കാരണം ഇതാണ് എന്നാണ്. സിദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ, അംഗീകരിക്കുന്നവൻ എന്നർത്ഥത്തിൽ സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് ഒരു ഓമന പേരായി, ഒരു അപരനാമമായി അദ്ദേഹത്തിന് ലഭിച്ചത് ഈ സംഭവം കാരണമായിട്ടാണ് എന്നാണ് വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത്. സഹോദര വിശ്വാസിയുടെ നിലപാടാണ്. അബൂജഹലിന്റെ നിലപാട് തന്നെ യുക്തിക്ക് ചോദിച്ചാൽ മാത്രം സ്വീകരിക്കുന്നതാണ്. അതൊക്കെ നടക്കുമോ, കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞത് ശരിയല്ല എന്ന നിലപാടാണ് അബൂജഹലിന്റെ നിലപാട്. അബൂബക്കർ നിലപാടോ എന്ന് നബി പറഞ്ഞെങ്കിൽ സത്യമാണ്, പിന്നെ വേറെ ചോദ്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അംഗീകരിക്കുന്നു. അല്ലാഹു നിയോഗിച്ച റസൂലാണെങ്കിൽ ആ അല്ലാഹ് വിവരം നൽകിയാൽ അത് സ്വീകരിക്കാൻ പ്രയാസമില്ല. ആ പ്രവാചകനാണ് എന്ന് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറുണ്ടോ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണെങ്കിൽ പിന്നെ ആ നബി എന്തു പറഞ്ഞാലും സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു, അതാണ് വിശ്വാസത്തിന്റെ നിലപാട്. അല്ലാതെ അല്ലെങ്കിൽ എന്താകുമോ, അത് ശരിയാകുമോ, ആ ഹദീസ് അംഗീകരിക്കാൻ പറ്റുമോ, ഈ ആയത്ത് അംഗീകരിക്കാൻ പറ്റുമോ, ആ ഹദീസ് ഖുർആനെതിരല്ലേ, ആ വക ന്യായങ്ങളൊന്നും വിശ്വാസികൾക്കില്ല. എന്റെ നബി പറഞ്ഞെങ്കിൽ സത്യമാണ്, എന്റെ നബി പറഞ്ഞില്ലേ എന്ന് മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ. പറഞ്ഞുവെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റു ന്യായങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു. ആ പാഠമാണ് മിഅ്റാജ് നൽകുന്ന മറ്റൊരു പാഠം. മൂന്നാമതായി പ്രവാചകനാണെങ്കിലും അല്ലാഹു ഉപയോഗിച്ച വാക്കെന്താ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ടുപോയ അല്ലാഹു തആല എത്ര പരിശുദ്ധനാണ് എന്നാണ്. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ്, എന്നിട്ട് പോലും തന്റെ അടിമയെ എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. എത്ര വലിയവനും പടച്ച റബ്ബിന്റെ അടിമയാണ്. ഒരാളും പടച്ചോനാകുന്നില്ല, ഒരാളും ഇലാഹാകുന്നില്ല, ഒരാളും ആരാധിക്കപ്പെടാൻ അർഹതയിലേക്ക് എത്തുന്നില്ല. വിളിച്ചു തേടപ്പെടുവാൻ, പ്രാർത്ഥിക്കപ്പെടുവാൻ, നേർച്ച നേടപ്പെടുവാൻ, ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും വിളിച്ചാർത്ഥിക്കുവാൻ വകുപ്പുള്ള ഒരടിമയുമില്ല. അത് ഉടമയോട് മാത്രം, അത് പടച്ച റബ്ബിനോട് മാത്രം. അല്ലാഹ് എന്നല്ലാത്തൊരു വിളി, അല്ലാഹുവിന്റെ ഒരു പടപ്പിനുള്ള വിളി ഉണ്ടായിക്കൂടാ. എത്ര വലിയ സൃഷ്ടിയാവട്ടെ, അവർ അടിമയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ടുപോയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. നബിതങ്ങളും പറഞ്ഞു, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, നസാറാക്കൾ ഈസ ഇബ്നു മറിയമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വറസൂലുഹു എന്നാണ്. അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ റസൂലാണ് എന്ന് പറയുക. അല്ലാതെ അവര് പറഞ്ഞതുപോലെ അമിതമായി പറയില്ല എന്ന് നബിതങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പോലും അല്ലാഹുവിന്റെ അടിമയാണെന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ചില മാനസിക രോഗികൾ പോലും പടച്ചോനാണ്, മുദബ്ബിറാണ്, ലോകം നിയന്ത്രിക്കുന്നവരാണ്, എല്ലാം അവരെ കൺട്രോളിലാണ് എന്ന് വരെ വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾ പോലും തയ്യാറാകുന്നത് സഹോദരങ്ങൾ ഗൗരവമാണ്. അതുകൊണ്ട് മിഅ്റാജ് എന്ന പേരും പറഞ്ഞിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടലല്ല, ആ മിഅ്റാജിന്റെ പാഠങ്ങളെ ഉൾക്കൊള്ളലാണ് അതിപ്രധാനം. ഏതിലുമുണ്ട് നമുക്ക് ഗുണപാഠങ്ങൾ, ആ പാഠങ്ങൾ സ്വീകരിക്കാൻ, അത് പഠിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മിഅ്റാജ് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് 5 നേരത്തെ ഫർളായ നിസ്കാരം. മിഅ്റാജ് യാത്രയിൽ അല്ലാഹു തആല തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം. നിസ്കാരം 5ആണെങ്കിലും 50ന്റെ സ്ഥാനത്താണ് എന്നാണ് ഈ നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല തന്നെ നബിയോട് പറയുന്നു. മിഅ്റാജ് യാത്രയിൽ
ആദ്യം നിശ്ചയിച്ചത് 50 വക്തായിരുന്നു നമുക്കറിയാം. പിന്നീട് അത് 5 ആക്കി ചുരുക്കി. ആ 5 ആക്കി ചുരുക്കിക്കൊണ്ട് അല്ലാഹു തആല പറയുന്ന കാര്യം നബി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി കാണാം. യാ മുഹമ്മദ് ഇന്നഹുന്ന ഖംസു സലവാത്തിൻ കുല്ല യൗമിൻ വലൈല. അല്ലയോ മുഹമ്മദ് നബിയെ, എല്ലാ രാപ്പകലിലുമായി എല്ലാ ദിവസവും 5 നിസ്കാരമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ലികുല്ലി സ്വലാത്തിൻ അശർ, ഓരോന്നിനും 10 ഇരട്ടി പുണ്യമാണ്. ഫദാലിക 50 സ്വലാ, അഥവാ 50 നിസ്കാരമാണ്. നിശ്ചയിച്ചത് 50 ആയിരുന്നു. നമ്മുടെ ദൗർബല്യം, നമ്മുടെ ശേഷിക്കുറവ് പരിഗണിച്ചുകൊണ്ട് അത് 5 ആക്കി കുറച്ചപ്പോഴും പ്രതിഫലത്തെ കുറച്ചില്ല, മഹത്വത്തെ കുറച്ചില്ല. ഒരു നിസ്കാരം 10 നിസ്കാരത്തിന്റെ സ്ഥാനത്ത്. അപ്പൊ 5 നിസ്കാരം 50 നിസ്കാരത്തിന്റെ സ്ഥാനത്ത് അല്ലാഹു നിശ്ചയിച്ച 50 അത് നിലനിർത്തി ോട് പറഞ്ഞു, നിങ്ങൾ 5 നിസ്കരിച്ചാൽ മതി. 5 നിസ്കരിച്ചാൽ 50ന്റെ പ്രതിഫലം തരാം. അത്ര വലിയ ഔദാര്യമാണ് അല്ലാഹു തആല അതിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത തന്നെയാണ് ഏറ്റവും വലിയ കാര്യം, വിശിഷ്യ ഫർളായ കാര്യം. ഒരു നിലക്കും ഒഴിവാക്കാൻ നിർവാഹമില്ല. നിൽക്കാൻ കഴിയില്ലേ, ഇരുന്ന് നിസ്കരിക്കാം. ഇരിക്കാൻ കഴിയില്ലേ, കിടന്ന് നിസ്കരിക്കാം. യാത്രയിലാണോ, 4 നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാം. പ്രതിബന്ധങ്ങളുണ്ടോ, 2 നിസ്കാരങ്ങൾ ഒരേ സമയത്ത് നിസ്കരിക്കാം. രോഗിയാണെങ്കിൽ ജംഅ് ചെയ്യാം. ശക്തമായ മഴയാണ്, ജംഅ് ചെയ്യാം. ശക്തമായ കാറ്റാണ്, ചൂടാണ്, ജംആക്കാം. നിസ്കാരം അതേ സമയത്ത് നിർവഹിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ ളുഹറും അസ്റും, ളുഹറിന്റെ സമയത്തോ അസ്റിന്റെ സമയത്തോ ജംആക്കി നിസ്കരിക്കാം. മഗ്രിബും ഇശാവും മഗ്രിബിന്റെ സമയത്തോ സമയത്തോ ജംഅ് ചെയ്ത് നിസ്കരിക്കാം. യാത്രക്കാരനാണോ 4 റക്അത്ത് 2 ആക്കി ചുരുക്കുകയും ചെയ്യാം. wudu ചെയ്യാൻ വയ്യേ, തയമ്മും ആവാം. തയമ്മും ചെയ്യാനും കഴിയില്ലേ, വേണ്ട, തയമ്മും ഇല്ലാതെ നിസ്കരിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഒഴിവാക്കാൻ വകുപ്പില്ലാത്ത കാര്യമാണ് നിസ്കാരം. ഇത്രയേറെ ആനുകൂല്യങ്ങൾ മറ്റൊരു വിഭാഗത്തിലും അല്ലാഹു തആല നൽകിയിട്ടില്ല. ഇത്രയേറെ കണിശതയും മറ്റൊന്നും നിശ്ചയിച്ചിട്ടുമില്ല. നോമ്പ് നോക്കാൻ കഴിയാത്തതോട് പിന്നെ നോക്കാനാ പറഞ്ഞു. റമദാനിൽ രോഗിയാണെങ്കിൽ, യാത്രയിലാണെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ മറ്റു ദിവസം നിങ്ങൾ നോറ്റുകൊള്ളുക. നിസ്കാരം പ്രയാസമുണ്ടെങ്കിൽ പിന്നെ നിസ്കരിച്ചാൽ മതി എന്നല്ല പറഞ്ഞു. അവിടെ ആ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം. ആ സമയത്ത് നിർവഹിച്ചോളണം, അത് പിന്നേക്ക് വെച്ചിട്ടില്ല. പകരം മറ്റു ചില ഇളവുകൾ നൽകുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ പോലെ നിൽക്കാൻ കഴിയില്ല, വേണ്ട, ഇരുന്നാ മതി. ഇരിക്കാനും കഴിയില്ല, കിടന്നാ മതി. എങ്ങനെയാണോ കഴിയുക അങ്ങനെ നിർവഹിക്കുക. നിസ്കരിക്കാതിരിക്കുക, നിസ്കാരം ഒഴിവാക്കുക എന്നൊരു വകുപ്പില്ല. ഖലാആക്കി എല്ലാം കൂടി രാത്രി പോയിട്ട് 5 വക്ത് ഒന്നാകെ നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ കണ്ട് ഒരു പ്രയോജനവുമില്ല. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ കൂലിപ്പണിക്കുള്ള മനുഷ്യന്മാരെ വരെ വൃത്തിയില്ല എന്നും പറഞ്ഞിട്ട് നിസ്കാരം പിന്നെ അവസാനം രാത്രി വന്നാൽ നിസ്കരിക്കാം. ഭക്ഷണം കഴിക്കാനും വൃത്തിയുണ്ട്, ഓന് എല്ലാ കാര്യത്തിലും വൃത്തിയുണ്ട്, നിസ്കരിക്കാൻ മാത്രം വൃത്തിയില്ല എന്ന് പറയുന്നത് പൈശാചികമായ വസ്വാസുകളാണ്. അതുകൊണ്ട് നിസ്കാരത്തെ കാര്യത്തിൽ കണിശത വെച്ച് പുലർത്തും. നബി തങ്ങൾ വഫാത്താകാൻ സമയത്ത് പോലും ഉപദേശങ്ങളിൽ ഒന്ന് നിസ്കാരത്തിന്റെ കാര്യമാണ്. ബോധമില്ലാതെ കിടക്കുമ്പോൾ പോലും ഇടയ്ക്ക് ബോധം കഴിയുമ്പോ നബി തങ്ങളുടെ ചോദ്യം ജനങ്ങൾ നിസ്കരിച്ചോ എന്നായിരുന്നു. ആ ബോധരഹിതരായി കിടക്കുന്ന ഇടത്തുനിന്ന് പെട്ടെന്ന് ബോധം തെളിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബി പറഞ്ഞു, ഇല്ല, അവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഇമാം നബിയാണ്. അപ്പൊ നബി വരുമെന്ന പ്രതീക്ഷയിൽ ഒരു കാത്തിരിക്കുകയാണ്. നബി തങ്ങളെ ബോധാപ്പഴം നഷ്ടപ്പെട്ടു, ബാക്കിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ബോധം തെളിഞ്ഞു. അപ്പോഴും ചോദിക്കുക, ജനങ്ങൾ നിസ്കരിച്ചുവോ? ഇല്ല, അവർ നബിയെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മൂന്നാമതും ആവർത്തിച്ചു. നബി ഞങ്ങൾക്ക് മനസ്സിലായി, ഇരിക്കാതെ പള്ളിയിൽ ചെന്ന് അവർക്ക് ഇമാം നിൽക്കാൻ കഴിയില്ല, അതിന് പറ്റിയ സാഹചര്യമല്ല. അപ്പൊ നബി ഞങ്ങൾ പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കർ സിദ്ദീഖ് പറയൂ, അദ്ദേഹം ഇമാം നിൽക്കട്ടെ, ജനങ്ങൾ നിസ്കരിക്കട്ടെ. ആയിഷ ബീവി പറഞ്ഞു, നബിയെ വാപ്പാക്ക് കഴിയില്ല, നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കാൻ വാപ്പാക്ക് കഴിയില്ല. നിന്നാൽ വാപ്പ കരഞ്ഞു പോകും, വാപ്പാക്ക് നിസ്കാരം പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാത്തൊരാൾ നിങ്ങൾ നിർദ്ദേശിക്കൂ നബിയെ, അതാണ് നല്ലത്. നബി ഞങ്ങൾ പറഞ്ഞു, മുറു അബാ ബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കർ തന്നെ ഇമാം നിൽക്കട്ടെ, അതാണ് വേണ്ടത്. അപ്പോഴും ആയിഷ ബീവി പറഞ്ഞു, അപ്പോഴും നബി ഞങ്ങൾ ഇല്ല, അബൂബക്കർ നിൽക്കട്ടെ എന്ന്. തന്റെ പകരക്കാരൻ, തനിക്ക് പകരം നിൽക്കേണ്ടവർ അദ്ദേഹമാണ് എന്ന പാഠം കൂടി നബി അവിടെ പകർന്നു നൽകുകയായിരുന്നുവെന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്.
സദീഖ് ഇമാം വന്നു, നിസ്കാരം തുടങ്ങി. നിസ്കാരം കുറച്ചായപ്പോൾ നബിക്ക് ഒരു ആശ്വാസം തോന്നിയപ്പോ ഞങ്ങൾ വന്നു പള്ളിയിലേക്ക്. സദീഖ് ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് അല്പം പിറകോട്ട് ഇറങ്ങിക്കൊടുത്തു. നബി അവിടെ ആംഗ്യം കാണിച്ചു, അവിടെ നിന്നോ നിസ്കരിച്ചോ എന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ നബിതങ്ങൾ വന്നാ പിന്നെ നിൽക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പിറകോട്ട് ഇറങ്ങി. നബിതങ്ങൾ അവിടെ ഇരുന്ന് നിസ്കരിച്ചു. നബിയുടെ നിസ്കാരത്തിന് കൂടെ കൂടിക്കൊണ്ട് സദീഖ് നിസ്കരിച്ചു. നബി പതുക്കെ പറയുന്നു, സദീഖ് ഉറക്കെ പറയുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു. അങ്ങനെ ആ നിസ്കാരം പൂർത്തിയാക്കിയത് കാണാം. അത്രയേറെ നിസ്കാരത്തെ കാട്ടി കണിശത പാലിച്ചവർ. അതുകൊണ്ട് നിസ്കാരം ഒരു കാരണവശാലും പാഴാക്കിക്കൂടാ. മിറാജ് ഏറ്റവും വലിയ പാഠം അതാണ്. മിറാജിനെ പോലെ ദുആസമ്മേളനം നടത്തിയിട്ട് അതിൽ പങ്കെടുക്കാൻ പോയിട്ട് നിസ്കരിക്കാത്ത സാഹചര്യം അതല്ല സഹോദരങ്ങളെ വേണ്ടത്. നിസ്കാരം പ്രത്യേകിച്ചും ഫർളായ നിസ്കാരങ്ങൾ, സുന്നത്തുകൾ അതിന്റെ പൂർത്തീകരണമാണ്. ഫർളിൽ വരുന്ന കുറവുകൾ പരിഹരിക്കാനുള്ള പൂർത്തീകരണം. റബ്ബിലേക്ക് അടുക്കാൻ ഫർളും സുന്നത്തുമായ ഇബാദത്താണ്. ഒന്ന് ഫർള് വേണം, പ്ലസ് സുന്നത്തും വേണം. ഫർള് ചെയ്യുകയും അതിന് പുറമെ സുന്നത്തും ചെയ്താൽ എന്റെ അടിമ എന്നിലേക്ക് അടുക്കും, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അല്ലാഹ് പറഞ്ഞുവെന്ന് നബി തങ്ങളെ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഹദീസ്. സഹോദരങ്ങളെ, ഈ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുക. അതോടൊപ്പം മിഅ്റാജ് യാത്രയിൽ നബി തങ്ങൾ കണ്ട ഒരുപാട് ഭയാനകമായ കാഴ്ചകളുണ്ട്. നരകത്തിലെ പ്രത്യേകമായ ശിക്ഷകളുണ്ട്. പല തിന്മയ്ക്കും പല തെറ്റുകൾക്കും അള്ളാഹു നൽകുന്ന ശിക്ഷയെപ്പറ്റി അള്ളാഹു റസൂൽ അത് കണ്ടിട്ടുണ്ട്. മലക്കന്ന് ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ജുമുഅയിൽ നമുക്കത് മനസ്സിലാക്കാം. ഏതാണെങ്കിലും കേവലം ഒരു ആണ്ടറി അത് പ്രത്യേകമായ ഭക്ഷണം ഉണ്ടാക്കുക, പ്രത്യേകമായ ആചാരമായി പോവുക എന്നതിനപ്പുറത്ത് ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് വിശ്വാസി തയ്യാറാവേണ്ടത്. ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. റജബ് കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞാൽ റമദാനിലേക്ക് നമ്മൾ കടക്കുകയാണ്. റമദാൻ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു തൗഫീഖിന് വേണ്ടി അല്ലാഹ് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകമായ ദുആയൊന്നും നബിയിൽ ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. അല്ലാഹു ബർലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്. നബി ഞങ്ങൾ പഠിപ്പിച്ചത് മാത്രമൊന്നുമല്ല, പൊതുവായി നിർവഹിക്കാം. അങ്ങനെ പ്രത്യേക ദുആ സുന്നത്തായി പഠിപ്പിച്ചു വെച്ചാൽ ഇല്ല. അത് വ്യാജമായ പിൽക്കാലത്ത് ആരും ഉണ്ടാക്കി നബിയുടെ പേരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ പൊതുവായൊരു ആശയം എന്നതിലേക്ക് ആ ആശയമുള്ള ഏതും ഒരാൾക്ക് ദുആ ചെയ്യാം. റമദാനിലേക്ക് ഒരുങ്ങണം. മുൻഗാമികളൊക്കെ മാസങ്ങൾ മുമ്പേ തന്നെ റമദാനിലേക്ക് ഒരുക്കം ആരംഭിക്കാറുണ്ട് മാനസികമായി എന്ന് കാണാൻ കഴിയും. അത്തരം ഒരുക്കങ്ങൾ നമ്മൾ ഉണ്ടാവുക. എല്ലാ അർത്ഥത്തിലും പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു അവസരമാണല്ലോ റമദാൻ. ഒരു വർഷത്തെ എല്ലാ പാപങ്ങളും പൊറുക്കാൻ പറ്റിയ, കഴിഞ്ഞ റമദാൻ മുതൽ ഇങ്ങോട്ട് ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളൊക്കെ പൊറുക്കാൻ പറ്റിയ സമയമാണ് റമദാൻ. അതൊക്കെ ഒരു മാനസികമായി ഇപ്പോൾ തന്നെ ഒന്ന് ഒരുങ്ങി തയ്യാറാവുക. ഏതിനുമുണ്ടല്ലോ ഒരു ഒരുക്കം. ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങാറുണ്ട്. വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങാറുണ്ട്. അല്ല വെറുതെ പെട്ടെന്ന് അതിലേക്ക് കടക്കാറല്ല. എന്നതുപോലത്തെ റമദാൻ വിശ്വാസത്തെ സംബന്ധിച്ച് വല്ലാത്ത അവന്റെ ഒരു വസന്തമാണ്. അത് നമ്മൾ ഒരുങ്ങുക തന്നെ വേണം. ആ നിലയ്ക്ക് മാനസികമായി റമദാനിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങി തുടങ്ങുക. തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള പടച്ചറപ്പിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമ്മൾക്ക് ദുആ ചെയ്യുക. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും എല്ലാ നന്മയും ഭാഗവാക്കാവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.